സംഭവം പൊട്ടിക്കല്ലേ നമ്മൾ. ഞാൻ എന്തൊക്കെയായാലും സപ്ലൈയിൽ ഇവിടെ നിൽക്കുവാണ്. ഞാനിവിടെ ഫസ്റ്റ് അവറിൽ, അതായത് നമ്മുടെ ചെമ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഹായ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞായറാഴ്ച തന്നെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച വണ്ടിയൊക്കെ കേൾക്കേണ്ട ദിവസമാണ്. പക്ഷേങ്കിൽ ഇന്ന് വണ്ടി കേൾക്കാനുള്ള സമയം കിട്ടുമോ എനിക്കറിയില്ല. 1-2 പരിപാടികളുണ്ട്. അമ്മ ഇവിടെ ഉണപ്പ് വിട്ടുകൊണ്ടിരിക്കുന്നു. ആര്യമോൾ ഉറങ്ങുകയാണ്. ആര്യമോളാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്പക്കാരി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യത്തെ ദിവസം 2 ദിവസമായിട്ട് നേരത്തെ വെച്ചു അല്ലേ. പിന്നെ ഓളാ പോക്ക് ഇത് വരുമ്പോൾ കാണണമെന്നാണ്. അതായത് നീച്ച് വരുമ്പോൾ അല്ലേ. അവൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ പൂവിട്ടത് കാണണം. അത് കുറച്ച് നേരം നോക്കി വെക്കും. എന്നിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ചെമ്മട്ട രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയെങ്കിൽ രാവിലെ തന്നെ അമ്മ ഓണപ്പൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെറിയൊരു പരിപാടി ഉണ്ട്, എഡിറ്റിങ്ങിലാണ്. അതുപോലെ തന്നെ അരി എണീറ്റില്ല, ചുരുണ്ട് മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അടുക്കള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുടുക്ക ചായ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു കുടുക്ക ചായ നമ്മൾ കുടിക്കുമോ എല്ലാവരും പാടെ? ഒരു കുടുക്ക ചായ ഉണ്ടാക്കിയിരുന്നു. ചട്ടിയിലെന്താ അപ്പം, ചട്ടിയിൽ കലക്കി പറഞ്ഞ അപ്പം. അതിപ്പോൾ പറ്റുള്ളൂ. എന്താ ഓക്കിപ്പോഴൊരു ഛർദി അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഞാൻ പ്രസവം കഴിയാതെ മാറും തോന്നുന്നില്ലേക്ക് അല്ലേ. എങ്ങനെ പിന്നെ ഇന്ന് എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്, അതൊരു കുടിരിക്കലുണ്ട്. പിന്നെ ഒരു ഉദ്ഘാടനം ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചെറിയൊരു ബിസിനസ്, അവരുടെ ഉദ്ഘാടനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് 9 മണി 9:30. പിന്നെ കുടിരിക്കൽ ഉച്ചയ്ക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടം അത് ഇന്നും ഉണ്ടാവും. ഞായറാഴ്ച ആണെങ്കിൽ നിസ്സാരമാക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ ഞായറാഴ്ചയും പോലെ ആവില്ല ഇന്നത്തെ ഞായറാഴ്ച. ഓട്ടം ഉണ്ടാവും, ഓട്ടമുള്ള ദിവസമായിരിക്കും. പക്ഷേ എങ്കിൽ ഉച്ച വരെ എന്തായാലും നമുക്ക് അങ്ങനെ പോകും. ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായാലും പട്ടണമാരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ പോകണം നോക്കാം. അടിപൊളിയാവും. ഞായറാഴ്ചയല്ലേ, വേറെ പരിപാടിക്കൊന്നും തിരിയില്ല കേട്ടോ. വേറെ ചൂണ്ടിടാനോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കൊന്നും തിരിയില്ല. ഈ പറഞ്ഞ 2 പരിപാടി കഴിഞ്ഞാൽ നേരെ ഓടാൻ വേണ്ടിയിട്ട് വരും. കഴിഞ്ഞോ? ഞാൻ ഓടണോ? കാല് എത്താണ്ട് പോലെ ഞാനിട്ട് കൊടുക്കട്ടെ കുറച്ച് നേരം. ഇത്ര നേരമല്ല ഭംഗിയുണ്ട്, ഇപ്പോൾ കോളാക്കി തരാം. ഇപ്പം നാസാക്കുന്നത്. അപ്പോൾ ഓണക്കൂടൽ കഴിഞ്ഞു കേട്ടോ. ഓക്കെ രസമുണ്ട്. സാറേക്കാം നിൻ്റെ എഡിറ്റിങ് തുടങ്ങട്ടെ. ചങ്ങന്മാരെ ഉദ്ഘാടനത്തിന് പോവാണ്. ഇപ്പം സമയം 9:15. ഓനോട് 9:30 പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ തന്നെ 9:30 വരെ എനിക്ക് എഡിറ്റിങ് പരിപാടിയൊക്കെ നോക്കിയത് എഡിറ്റിങ്ങിലായിരുന്നു. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് വിളിച്ച് നോക്കുമ്പോൾ പറഞ്ഞു 9:15. ഇപ്പം 9:15 അകത്തുമ്പേക്ക് കഴിഞ്ഞോന്നാ അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞാൻ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. സംഗതി ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. സംഗതി ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇടയിലൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് ഇറങ്ങാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഇത് കേട്ടോ. ഞാനത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഐറ്റംസും ഉണ്ട്. ഐറ്റംസ് ഉണ്ടല്ലേ. അപ്പോൾ ഓൺലൈനിലാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും നമ്മൾ. ഓൺലൈനിലാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ നമ്പർ ഉണ്ടാവും. നമ്പറിൽ വിളിച്ചാൽ അറിയിച്ചാൽ സംഗതി ഓരോ വീട്ടിലെത്തിക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടി. അങ്ങനെയൊക്കെയാണ്. ഔറിൻ ഹാർവെസ്റ്റ്. ഔറിൻ ഹാർവെസ്റ്റ് പ്യുവർ ഹണി, പ്യുവർ എനർജി. ഹണി സ്പൂൺ പാക്ക് അല്ലേ? ഹണി സ്പൂണാണ് നിങ്ങളെ കയ്യിലുള്ളത്. അല്ലാതെ ചെറിയ സംഭവം പൊട്ടിക്കല്ലേ നമ്മൾ. ഞാൻ വന്നപ്പോഴേക്ക് ഏതാണ്ടൊക്കെ പരിപാടി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പാലത്തിങ്ങലാണ്. പാലത്തിങ്ങൽ എത്തിയിട്ടുണ്ട്. എന്താ പറയാ, ഓന് കുറച്ച് സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ പറയേ, നമ്മുടെ തുണക്കാരൻ്റെ ഒരു പ്രൊഡക്റ്റാണത്. ഇത് തേനാണ്, ഹണി സ്പൂൺ. ഓക്കെ, പിന്നെ ഇത് 5 ഫ്ലേവറാണ് ഇതുള്ളത്. 5 ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഇത് ജാമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ജിഞ്ചർ ഉണ്ട്, പിന്നെ ഉള്ളത് സാദാ, പിന്നെ ലിച്ചി, പിന്നെ തുളസി. ഈ ജാമുൺ അതുപോലെ തന്നെ ലിച്ചി, തുളസി, ഈ 3 25 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ജിഞ്ചർ ആണെങ്കിൽ 30 രൂപ, പിന്നെ സാധാ ആണെങ്കിൽ നമുക്ക് 15 രൂപയ്ക്ക് ഇത് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഓരോന്ന് ഫ്ലേവർ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് നമുക്കറിയില്ലെന്നോ ഈ തേനിൽ ഇത്ര വലിയ സംഭവം ഉണ്ടെന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ തുളസി ആണെങ്കിൽ തേനീച്ചകൾ തുളസിയിൽ നിന്ന് എടുക്കുന്ന തേനിൽ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും എന്നുള്ളതാണ് പോലും. അപ്പോൾ അത് ശരിയാണ്, നമുക്ക് ഈ തുളസിയുടെ കഴിക്കുമ്പോഴേക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഈ ലിച്ചിയുടെ കഴിക്കുമ്പോൾ ലിച്ചിയുടെ ഫ്ലേവർ കിട്ടും. അങ്ങനെ ഓരോന്നിനും ഓരോ ഫ്ലേവർ. പിന്നെ ജിഞ്ചർ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിന് കുറച്ചും കൂടി റേറ്റും കൂടുതലാണ്. ഇതും തന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ പക്ക അടിപൊളി സാധനം. ഏതായാലും ഉള്ള നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ചെക്കന്മാരുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പുതിയ സംരംഭമാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. ഈന്ന മതി പോരെ. സൂര്യക്കൊന്ന് ആര്യക്ക് 2 ഇനി സൂര്യക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തോ. എന്താ അമ്മക്ക് കൊടുത്തടാ, ഞാൻ കൊടുക്കാം പോരെ. കുട്ടികൾക്ക് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഏതായാലും ഞങ്ങൾക്കുള്ളതൊക്കെ എന്നെ അവിടെ തന്നായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം. അതാണ് വേറെ ലെവലാണ്. പൊട്ടിച്ച് തിന്ന് നോക്കി, അതിൻ്റെ ഉള്ളിൽ തേനാണേ. പൊട്ടിച്ച് തിന്ന്. പാടത്തിൻ്റെ വരമ്പൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. കണ്ടങ്ങൾ അവർ വരമ്പൊക്കെ പാടത്തുനിന്ന് ചേറ് കൊത്തി കീറി മേളിലേക്ക് ഇട്ട് അതിനൊരു ഭംഗി ഉണ്ടാക്കുകയാണ്. അവർ വരമ്പിലൊന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അതിന് ഭംഗിയും വരും. നല്ല ഭംഗിയായില്ലേ കാണാനൊക്കെ വേണ്ടി. ഇനി നെല്ലും കൂടി വാങ്ങി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഇങ്ങനെ വരും. മഴ വരുന്ന ടൈം വരെ മഴ വരുന്ന നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ചെക്കന്മാരെ കാത്തിക്കുകയാണ്. അത് ഞങ്ങൾ 1-2 പേര് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാമെന്ന് കരുതി. ബൈക്കിന് പോകണം എന്ന് ഞാൻ കരുതി ചെക്കന്മാരോട് കൂടെ. പക്ഷേങ്കിൽ മഴ വരുന്ന കണ്ടപ്പോൾ ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. എനിക്ക് വയ്യ മഴയൊന്നും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. കുടിരിക്കലല്ലേ നമ്മൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ എങ്ങനെ. അപ്പോൾ നമ്മുടെ അയൽവാസികൾ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. നല്ല കാറ്റാണ്. മരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വേഗം പോകാമായിരുന്നു. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11:30 ആയി. ഒരു 12:30 അവിടെ എത്തണ്ടേ. കുടിരിക്കലിൽ യാത്ര വെച്ചിക്കണം. പ്രശാന്തും സുമേഷുമാണ് ഒപ്പം ഉള്ളത്. അവരെ കൊണ്ട് പോകാൻ ഞാനാണെങ്കിൽ കാക്കിയെടുക്കാൻ മറന്നു. ഓട്ടത്തിലല്ല. സുമേഷ് പറയും നമ്മളൊരു വീഡിയോയിലെങ്കിലും ഓനെ കാണിച്ചു കൊടുക്കുക. എത്രങ്ങാനും വീഡിയോയിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കാണണേ. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവനെ കാണുന്നില്ല. അത് എന്നാൽ നമ്മൾ പരിഹാരം ഉണ്ടാക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽ ചെയ്യുന്നതുകൊണ്ട് അത് നല്ല ഷോർട്ട് ചെയ്തതിലേക്കാണ് നമ്മൾ ചെയ്യണം. എനിക്ക് കുറെ ലൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എന്നെ ഞാൻ കയറ്റിയിരിക്കൂടാ. എൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഓട്ടം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടികളൊക്കെ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ നാലുകുടി ജംഗ്ഷൻ എനിക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്ററിനടുത്തേക്ക് ഒരു 11 കിലോമീറ്റർ എന്തായാലും പോകേണ്ടതുണ്ട്. അപ്പോൾ ചങ്ങനെ നമ്മൾ മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് വണ്ടൂരിന് ഏതാണ്ട് 10-10.5 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റോഡാണത്. ഈ റൂട്ടിന് പോയാലാണ് നമുക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള വീട്ടിലേക്ക് എത്താം. 2 സൈഡ് റബ്ബറാണ്. ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡാണെങ്കിൽ വണ്ടികളൊക്കെ പോവും. മണ്ണാണ്, അല്ലാണ്ട് കുണ്ടു കുയ്യൊന്നുമില്ല. അപ്പം ഞങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടകൾ ഞങ്ങൾ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ട് ഇങ്ങനെ പോകണം. അമ്മേ അമ്മേ അറിഞ്ഞില്ലേ. ആ ഒരു വൈബിലുള്ള യാത്രയാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി. എന്താ പറയുക, ഒരു വണ്ടി പോകുന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടി കാരണം ഓപ്പോസിറ്റ് പോരാൻ വേണ്ടി പറ്റും. ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്കും പോവാം. വേറെ 2 വണ്ടിയൊക്കെ ഒരു ഓട്ടോറിക്ഷ 2 ഓട്ടോറിക്ഷയൊക്കെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റൂല. അങ്ങനത്തെ ഒരു ടിപ്പർ പോവും. പക്ഷെ ഓപ്പോസിറ്റ് വണ്ടിക്ക് പോരാൻ വേണ്ടി വയ്ക്കൂല. ക്രോസിങ് നടക്കൂല. ഒരു ടിപ്പർ പോയി കേൾക്കന്മാരെ. ടിപ്പർ പോകാനുള്ള ഗ്യാപ്പുണ്ട്. ഒരു കാറിന് എല്ലാത്തിനും പോവാം. പക്ഷേ 1 സൈഡ് നടക്കുള്ളൂ. പ്രധാന വഴിയിലൂടെ അല്ലാതെ വേറെ വഴിയിലൂടെ ഇറങ്ങാണ്. പ്രധാന വഴി ഹൈവേയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ
ഇപ്പോൾ ഹൗസ് വാമിങ് നടക്കുന്ന അല്ലെങ്കിൽ കുടിയേക്ക് നടക്കുന്ന വീട് എന്ന് പറയുന്നത് ഇനി ഡയലോഗ് ഉണ്ടാവില്ല കേട്ടോ, ഫുള്ള് കാഴ്ചകൾ മാത്രമാണ്. നിങ്ങളൊക്കെ എന്താ ഇവിടെ എന്താ പണി? വെറുതെ ചോദിക്കാൻ എല്ലാവർക്കും മടിയായി. മടിയായി അവർക്ക് എല്ലാവർക്കും. എന്താ കിണറോ? ഈ മൂടി കെട്ടി കിടക്കുന്ന കിണറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത് കിണറാണ്, കാണുന്നില്ലേ? ഇവരൊക്കെ നമ്മളെ വീഡിയോയിൽ എടുക്കാന്ന് പറഞ്ഞു. മിന്നണ്ട് നിങ്ങൾ എന്തിനാ വന്നേ? പറയ്. കുടിരിക്കലിന് വന്നാട്ടോ എല്ലാവരും. നമ്മളെ ചെക്കന്മാർ ഇനി ഫുഡ് സപ്ലൈ ചെയ്യണ ഏരിയയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഞാൻ ജസ്റ്റ് നോക്കാം. ഇത് തോക്കല്ല, ക്യാമറയാണ് പറഞ്ഞില്ലേ. പിള്ളേരൊക്കെ ഇങ്ങനെ മുഖപ്പി നടക്കുകയാണ്. ഓയ്, ഇതിൻ്റെ മീൻ പിടിക്കുന്ന പിള്ളേരാണ്. എയില് വരിക? വജ്ജില്ല? വയ്യുണ്ട്. ഇത് നമ്മളൊക്കെമാർ കണ്ണനുണ്ട്, വിജയസുണ്ട്. എന്താ ഓക്കെ അല്ലേ? നിങ്ങൾ ഒഴിഞ്ഞിക്ക ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള വകുപ്പില്ലാന്ന് പറഞ്ഞു. ഉണ്ടോ? കാണില്ലല്ലേ? എന്താ ഫുഡ്? നെയ്ച്ചോറും കടായ? നെയ്ച്ചോറും കടായ ചെതറട്ടുണ്ട്. വീട് കാണിച്ചു അല്ലേ? എൻ്റെ ആരായിട്ട് വരും? അല്ല, ഫുള്ളായിട്ട് എങ്ങനെ വരും? അതായത് എൻ്റെ ചെറിയമ്മൻ്റെ അല്ലേ, അച്ഛൻ്റെ അമ്മായിൻ്റെ കുട്ടീൻ്റെ വീടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ് ഞങ്ങൾ. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കണ്ട് കഴിക്കാം. ഫുഡ് എടുത്ത് തുടങ്ങി. ശരിയാ. നല്ല അടിപൊളി കടായി. അതൊന്ന് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാ ചെതറി. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കഴിക്കാനുള്ള നെയ്ച്ചോറുണ്ട്. ഇതിങ്ങനെ സപ്ലൈ ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് പരിപാടി. ഫുൾ പവറായിട്ടുള്ള പരിപാടിയാണ്. കണ്ടോ? ഞങ്ങളറിയുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വന്നിട്ട് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ വലിയ സപ്ലൈക്കൊന്നും ആൾ വേണ്ട. നമ്മൾ തന്നെ അത് ഫുള്ളായിട്ട് ക്ലിയർ ആക്കും. പിന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ. ഞാൻ എന്തൊക്കെയായാലും സപ്ലൈയിൽ ഇവിടെ നിൽക്കുവാണ്. ഞാനിവിടെ ഫസ്റ്റ് അവറിൽ, അതായത് നമ്മുടെ ചെമ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. നെയ്ച്ചോറ് ഇവിടെ നല്ല ചിക്കൻ കടായി ഉണ്ട്. എല്ലാം പാടെ റെഡി. ഓക്കെ അല്ലേ? ജസ എന്താ വേണ്ടേ? ഒന്നും വേണ്ട അല്ലേ? 4 മസാല. 2 ഉണ്ടേ. 4 വേണോ? അപ്പോൾ ഇപ്പം തരും. ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ നെയ്ച്ചോറ്, കടായി എല്ലാം സെറ്റാണ്. ഇവിടെ ഞാനും പ്രസാദും ഉണ്ട്. ചെക്കന്മാരൊക്കെ മുന്നിൽ കഴിച്ചു. പ്രസാ കഴിക്കില്ല പോലെ. ശനിവാരം സമയം അങ്ങനെ കൂട്ടുമ്പോൾ 6:20 വീട്ടിലാണ്. വീട്ടിൽ ഞാൻ ആ ഒരു എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്തൊക്കെയാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കോപ്പി ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്